കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ലോട്ടസ് സീഡ് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് സെർലാക് പൗഡർ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ലോട്ടസ് സീഡ്. ഡ്രൈ ഫ്രൂട്ട്സ് കടയിലൊക്കെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടും. വളരെ ഹെൽത്തിയാണ്, വേഗം ഡൈജസ്റ്റ് ആകാനും സഹായിക്കും. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് നെയ്യിൽ വേണമെങ്കിലും വറുത്ത് കൊടുക്കാം ഈവനിങ് സ്നാക്കായിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു പാത്രം എടുക്കുക. അതിൽ ഞാൻ 240 ml കപ്പിൽ 1 കപ്പ് ലോട്ടസ് സീഡ് ഇടുന്നുണ്ട്. ഇതൊരു ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് 2-3 പീസായിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. കത്തി വെച്ചിട്ട് മുറിച്ചെടുക്കാം. വേഗം ഫ്രൈ ചെയ്ത് കിട്ടാനാണ് നമ്മൾ ഇതുപോലെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു കട്ടിംഗ് ബോർഡ് വെച്ചിട്ടോ ഇതുപോലെ കയ്യിൽ വെച്ചിട്ടോ നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് മുറിച്ചെടുക്കാം. മുഴുവനായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് കാഷ്യൂസ് ആണ്. കാഷ്യൂസോ ബദാം ഏത് നട്ട്സ് വേണമെങ്കിലും അല്ലെങ്കിൽ മിക്സ് ആയിട്ടും നമുക്ക് ഉപയോഗിക്കാം. നട്ട്സ് നമ്മൾ ഏത് ചേർക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിന് അത് അലർജി ഇല്ല എന്ന് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. നട്ട്സ് നമ്മൾ ചേർക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വെയിറ്റ് ഗെയിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ചൂടായ ഒരു ചീനിച്ചട്ടിയിലോട്ട് നമ്മൾ ഇത് ലോട്ടസ് സീഡ് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എണ്ണയൊന്നും ചേർക്കണ്ട, ഒരു മീഡിയം തീയിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് വേഗം തന്നെ ആവും. ഒരു 2-3 മിനിറ്റിൽ തന്നെ ഇതൊരു റോസ്റ്റായി കിട്ടും. ചെറുതായിട്ടൊരു കളർ ചേഞ്ച് ഉണ്ടാവും. ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ നമ്മളിത് കഴിച്ച് നോക്കിയാൽ ഭയങ്കര ചുവിയായിരിക്കും, അതായത് പല്ലിലൊക്കെ ഒട്ടിപ്പിടിക്കും. പക്ഷേ ഇത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടമാണ്. ആ ക്രിസ്പി വരുന്ന വരയ്ക്കും നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരെണ്ണം ടേസ്റ്റ് നോക്കുക. നല്ല ക്രിസ്പി ആവുന്നുണ്ടെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലവണ്ണം പൊട്ടുമ്പോൾ തന്നെ കൈ വെച്ച് പൊട്ടിക്കുമ്പോൾ തന്നെ അതൊന്ന് പൊട്ടി വരും. അപ്പോൾ നല്ലോണം ക്രിസ്പി ആയി കഴിഞ്ഞാൽ നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഈ ചീനച്ചട്ടിയിൽ തന്നെ നമ്മൾ കുറച്ച് കാഷ്യൂസും എടുത്തു വെച്ചതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസും ഒരു മിനിറ്റ് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂസും ബദാമും ഇടുന്നുണ്ടെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വേണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. റോസ്റ്റായ കാഷ്യൂസും നമുക്ക് ലോട്ടസ് സീഡിൻ്റെ കൂടെ ഇടാം. ഇനി ഇത് ചൂട് മാറാനായിട്ട് വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറിയതിന് ശേഷം ഒട്ടും തന്നെ നനവില്ലാത്ത ഒരു മിക്സിയിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഞാൻ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഇത് പൊടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒട്ടും തന്നെ ഈർപ്പമില്ലാതെ വേണം. നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ചാലും അതിൽ ഈർപ്പം വരരുത്, പൂപ്പൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മിക്സി ജാർ ആയാലും സ്പൂൺ ആയാലും നമ്മൾ ഇട്ട് വെക്കുന്ന പാത്രം ആയാലും അതിലൊന്നും ഈർപ്പമില്ല എന്ന് ശ്രദ്ധിക്കാം. ഇനി ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലിട്ട് സൂക്ഷിക്കാം. ഞാനിവിടെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്, അതിലിട്ട് നമുക്ക് സൂക്ഷിക്കാം. ഈർപ്പം ഒന്നും തട്ടാതെ നമ്മൾ ഇതുപോലെ നല്ലപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ 2 മാസം വരെ ഈ ഒരു പൊടി നമുക്ക് സൂക്ഷിക്കാം. ഇനി നമ്മൾ പൊടി വെച്ച് എങ്ങനെയാണ് കുറുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 ടീസ്പൂൺ പൗഡർ ഒരു പാത്രത്തിലോട്ട് ഇടുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ച് 1 ടീസ്പൂൺ ആദ്യം കൊടുത്ത് നോക്കുക. അലർജിയൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഒരു വലിയ ക്വാണ്ടിറ്റി കുഞ്ഞിന് കൊടുക്കാവൂ. ഇനി ഇതിന് ടേസ്റ്റിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ശർക്കരയോ പനങ്കൽക്കണ്ടോ ഒക്കെ ഉപയോഗിക്കാം. ഇനി ഇതിലോട്ട് ചൂടുള്ള വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ പാലൊഴിച്ചും നിങ്ങൾക്ക് കൊടുക്കാം. 1 വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ പശുവും പാലൊഴിച്ചും കൊടുക്കാം. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക, എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഇനി ഇത് അടച്ചു വെച്ച് 10 മിനിറ്റ് വെച്ചിരിക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്കിത് കൊടുക്കാം. അപ്പോൾ ഈസി അല്ലേ ഈ റെസിപ്പി? എല്ലാവരും ട്രൈ ചെയ്യാം. താങ്ക്